പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കട്ടെ. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ നിങ്ങളോടൊപ്പം ദൈവവചനം പങ്കിടുവാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയുന്നു. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായി നന്ദി പറഞ്ഞുകൊണ്ട് ചില വചനങ്ങൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. യോനായുടെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ പ്രാരംഭമായി വായിച്ച് ചില ചിന്തകളോടൊപ്പം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. അമിത്ഷായുടെ മകനായ യോനായ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാൻ അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. പരദേശി മോക്ഷയാത്ര പോലെ അതിമനോഹരമായ ഒരു കഥയാണ് യോനാ പ്രവാചകന്റെ ഗ്രന്ഥം. ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗത്ത് നിന്ന്, നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത് നിന്ന് പല പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ദൈവത്തിന് ഓരോ മനുഷ്യനെ കൊണ്ടും സാധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ പല പ്രോഗ്രാമുകൾ, പരിപാടികൾ, പദ്ധതികൾ ദൈവത്തിനുണ്ട്. ദൈവനിയോഗം സ്വീകരിക്കാതെ നാം നമ്മുടെ സ്വന്തം വഴികളിൽ കൂടെ ജീവിതയാത്ര തുടരുന്ന പക്ഷം അത് നമുക്കും മറ്റുള്ളവർക്കും അനർത്ഥകാരണമായി തീരുമെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുകയാണ്. മറുതലിപ്പുകാരനായ യോനാ നിമിത്തം നിർദോഷികളായ കപ്പൽക്കാർക്ക് നേരിട്ട വിഷമതകൾ നോക്കുക. യോനായെയും ദൈവം വെറുതെ വിട്ടില്ല. ദൈവനിയോഗം വകവയ്ക്കാതെ തർശീശിലേക്ക് പോയ കപ്പലോ കപ്പലിന്റെ അടിത്തട്ടോ നിദ്രയോ ഇവയൊന്നും യോനായെ രക്ഷിക്കാൻ ശക്തങ്ങളല്ലാതെ പോയി. അവന്റെ അനുസരണക്കേടിനെ കുറിച്ച് അനുതാപം ഉണ്ടാകുന്നതുവരെ ഓരോ വിധത്തിലുള്ള കഷ്ടതകൾ യോനായെ പിന്തുടരുന്നുണ്ടായിരുന്നു. സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കുന്നവരുടെ അനുഭവത്തിന്റെ ഒരു ചിത്രമാണ് യോനായുടെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേൽ ജാതിയുടെ ചരിത്രവും അല്ലെങ്കിൽ ചിത്രവും യോനായുടെ ചരിത്രത്തിൽ നിഴലിച്ചിരിക്കുന്നു. ജാതികളുടെ പ്രകാശമായി ദൈവം തെരഞ്ഞെടുത്ത് നിയമിച്ച ജനമാണ് ഇസ്രായേൽ ജനം. അവർ തങ്ങളുടെ ജന്മോദ്ദേശം മറന്ന് ദൈവത്തോട് മത്സരിച്ചതിനാൽ ദൈവം അവരെ ബാബേൽ പ്രവാസത്തിലേക്ക് അയച്ചു. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് ജനത്തിന് അനുസരണ ബുദ്ധി ലഭിച്ച് ജാതികളുടെ നേരെയുള്ള ചുമതലകളെക്കുറിച്ച് അവർ പ്രബുദ്ധരായി തീർന്നത് എന്ന് നമുക്ക് അറിയാം. എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതം ഞാൻ അറിഞ്ഞ ശേഷം അതിനെ അവഗണിച്ചു പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഓരോ വ്യക്തിയും ഒരു സ്വയ പരിശോധന നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇല്ലായെങ്കിൽ യോനയുടെ അതേ രീതിയിലുള്ള ഒരു ജീവിതത്തിന്റെ അനുഭവം നമ്മളെയും വേട്ടയാടിയെന്ന് വരാം. കപ്പലും കടലും കരയും ഒരുപോലെ ദൈവത്തിന്റെ അധികാര അതിർത്തിയിൽപ്പെട്ടതാകിയാൽ ദൈവത്തെ വിട്ട് എനിക്ക് സ്വമേധയാ കുറെ ദൂരം യാത്ര ചെയ്യുന്നതിന് സാധിച്ചാലും ആ യാത്ര ആപൽക്കരമാണെന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഹല്ലേലൂയ. എന്റെ ഇഷ്ടവും എന്റെ ഇച്ഛയും തുറന്നു തരുന്ന വിശാല വഴികൾ വിട്ട് ദൈവമേ, അങ്ങയുടെ ഹിതത്തിനനുസരണമായി ഊടുപാതകളിൽ കൂടെ നടക്കുന്നതിന് എന്റെ പാദങ്ങളെ പരിശീലിപ്പിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യോനായുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുവാനിടയായി. ദൈവനിയോഗത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ച പ്രവാചകന് സംഭവിച്ച കാര്യങ്ങൾ ഞങ്ങൾ യോനയുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളും പലപ്പോഴും കർത്താവെ അവിടുത്തെ നിയോഗത്തെ വകവയ്ക്കാതെ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ ഒളിച്ചോടാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. കർത്താവെ, ഞങ്ങളെ തന്നെ വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അനുതാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ മടങ്ങി വരുവാനും സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കുന്നവരുടെ ഹല്ലേലൂയ ഗ്രൂപ്പിൽ ഞങ്ങളും പെടാതെ കർത്താവിനെ അനുസരിച്ച് മുന്നേറുവാൻ, പ്രത്യാശയോടെ വിശ്വാസത്തോടെ മുന്നേറുവാൻ ഞങ്ങൾക്കും കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ, പോരായ്മകളെ ക്ഷമിച്ചു തന്നു ഈ പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അവരെല്ലാവരും ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ചാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. സ്തോത്രം.